ഓണം പ്രമാണിച്ച് എൻ്റെ റൂമിലൊന്ന് കുളിപ്പിച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ലെങ്കിലും എൻ്റെ റൂം ഫുള്ള് പൊടിയാണ് കേട്ടോ. ഇത് തട്ടുമ്പോഴൊന്നും പോകുന്ന പൊടിയല്ല, ഇതിൻ്റെ ചുമരുമ്പോൾ ഫുള്ള് ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന പോലെയാണ്. ബെഡ്ഷീറ്റും ഡ്രൈ ഷീറ്റും ഒക്കെ മാറ്റി ഈ നമ്മുടെ കർട്ടൻ മാറ്റി. ഈ കർട്ടൻ ഞാൻ ഇനി ഇടുന്നില്ല, സകലമാന സാധനങ്ങളും പുറത്തിറക്കിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ റൂം ചെറിയ റൂമായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ ഈ രാവിലെ നിന്നിട്ട് രാത്രി ഒരു 8 മണിയായിട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞത്. വാക്വം ക്ലീനർ ഞാൻ പുതിയത് മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഉപകാരമുള്ളൊരു സാധനം മേടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഈ സാധനം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത്രമാത്രം പൊടി നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 2 വീക്സൊക്കെ കൂടുമ്പോൾ പൊടി ക്ലീൻ ചെയ്യുന്നത്. ഇനി AC വെച്ചേ പിന്നെയാണ് ഇത്രയും പൊടി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഒരിക്കലും പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ മാജിക് സ്പോഞ്ചാണ്. ഈ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് ഒരു പരിപാടി. ഫാൻ മാത്രമല്ല, നമുക്ക് കൈ എത്താത്തോടത്തും നമ്മുടെ ചെമരും എല്ലായിടത്തും ഡസ്റ്റും നല്ല ഈസി ആയിട്ട് കളയാൻ പറ്റും. ജനലിമത്തൊക്കെ പാളികളിലത്തെ പൊടി പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ഏട്ടനെയും കൂടെ വിളിച്ചിട്ടാണ് നമ്മുടെ റൂം ഫുള്ള് പെയിൻറ്റ് അടിച്ച പോലെ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരാവേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇപ്പുറത്തെ നമ്മൾ തുടയ്ക്കാത്തത്, ഇപ്പുറത്തെ തുടയ്ക്കുന്നത്. ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടേ പറ്റുള്ളൂ. നനഞ്ഞൊരു തുണി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ആവില്ല കേട്ടോ. ഈ വാക്വം ക്ലീനറിൽ 3 സെക്ഷനായിട്ടാണ് ഉള്ളത്. 3 ബ്രഷുകളുണ്ട് കേട്ടോ. ഇപ്പോൾ അലമാരിയുടെ ബാക്കിലത്തെ ബ്രഷ്, വലിയ ബ്രഷ്, ചെറിയ ബ്രഷ്, ടൈൽസ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ പല സംഭവം അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതേ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ഡബ് ചെയ്യുമ്പോൾ എത്ര പെട്ടെന്നാണ് ഡബ് ചെയ്ത് കഴിയുന്നത് അല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഡെക്കർ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു 3 ഐറ്റം. ഇതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മളെ മിനി, ഇത് നമ്മുടെ ബുദ്ധന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ 4 കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം, ഞാൻ മേടിക്കാം കേട്ടോ. പിന്നെ കട്ടിൽ എങ്ങനെ ഇടും എന്നായിരുന്നു ഡൗട്ട്. ഞങ്ങൾ കുറേ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് കട്ടിൽ എത്തിച്ചു. അപ്പോൾ പാറുവിന് മാത്രം സെപ്പറേറ്റ് മാറ്റി കെടുത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടിമേശ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. എൻ്റെ ചെടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെടി എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെടി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ചെടീനെ ഞാൻ കുഞ്ഞു വീട്ടിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ വാൾപേപ്പറാണ് കേട്ടോ. പക്ഷെ പറ്റിയത് വാൾപേപ്പർ തികഞ്ഞില്ല, പകുതി വെച്ച് നിന്ന് പോയി. ഇനി വേഗം അടുത്തത് ഓർഡർ ചെയ്യണം. സെയിം തന്നെ 2 പേർക്കുള്ള വെള്ളം കുപ്പി, പാറുവിനുള്ളതും ഞങ്ങൾക്കുള്ള വെള്ളം കുപ്പി മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റൂം ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് കിടക്കുന്നത് കേട്ടോ. ഇനി മറ്റേ കർട്ടൻ നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ വന്ന് അത് സെറ്റ് ചെയ്യും. ക്ലോത്തിൻ്റെ കർട്ടൻ വേണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ? വാൾ സ്റ്റിക്കറാണ്, ഭയങ്കര അഫോർഡബിൾ റേറ്റിന് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ റൂം സ്പ്രേയും കൂടെ അവിടെ എടുത്ത് വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ തണ്ടൽ പാലും വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്.